സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം ഇന്ത്യൻ ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ വന്നുദിച്ചിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇന്ത്യ ഇന്നും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് സ്ത്രീധന സമ്പ്രദായം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ തെല്ലുമനങ്ങാതെ അതിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ നമ്മുടെ സമൂഹത്തെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. 1961 നിരോധന നിയമം പാസാക്കുമ്പോൾ ഒരുപക്ഷെ ഈ സമ്പ്രദായത്തെ പിടിച്ചു മുറുക്കുവാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ 2018 നിയമ ഭേദഗതിക്ക് ശേഷവും 2023 മാത്രം 4997 കൂടുതൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന സാക്ഷര കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സുചിത്ര, വിസ്മയ, അർച്ചന എന്നീ പേരുകൾ കേൾക്കാത്തതായി ആരും ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? സ്ത്രീധനം എന്ന പദത്തിന്റെ നിർവചനമാണ് മാറേണ്ടത്. പിതൃസ്വത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നൽകുകയും അതുവഴി കൈവരുന്ന സ്വത്ത്, കരഗതമാക്കുന്ന സ്വത്ത് കൈവശപ്പെടുത്തുവാനും ക്രയവിക്രയം നടത്തുവാനുമുള്ള ആർജവം ഓരോ സ്ത്രീക്കും ഉണ്ടാകണം. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ നൽകി സ്ത്രീക്ക് തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സ്ത്രീധനം ഒരു മുതൽക്കൂട്ടാകണം. തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി സ്ത്രീധനം മാറണം.